അപ്പോൾ തൊഴിലവസരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട രണ്ട് രീതിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് പല രാജ്യങ്ങളിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രൈസിസ്. ഒന്ന്, ഈ 10+2 ഡിഗ്രിക്ക് താഴെ ഗ്രാജുവേഷൻ ഇല്ലാത്തവർ. അപ്പം അവർക്ക് ഒരു അക്കോമഡേഷൻ കിട്ടും ഇന്ത്യയിൽ പലയിടത്തും. പക്ഷേ ക്രൈസിസ് ആണ്. കാരണം ഡൊമസ്റ്റിക് എക്കോണമി ബൂം ചെയ്യുന്നതനുസരിച്ചാണ് അവരുടെ ജോലി വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റാർട്ടപ്പുകളുടെ സക്സസ്ഫുൾ, അപ്പോൾ അതിൻ്റെ സക്സസ് റേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഗവൺമെൻറ് ഇത്രയും പണം പമ്പ് ചെയ്തിട്ടും പ്രൈവറ്റ് ഓർഗനൈസേഷൻ പമ്പ് ചെയ്തിട്ടും ഈ സ്റ്റാർട്ടപ്പുകളൊന്നും വലിയ സക്സസ് അല്ല. ഒരു 95% ഫ്ലോപ്പായി. ചിലയിടത്ത് സക്സസ് ആയി. ചില സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെലിവറി, അത് ഡെലിവറി ചെയ്യുക, ഇത് ഡെലിവറി ചെയ്യുക, അത് സക്സസ് ആയി. ബാക്കിയുള്ളതൊന്നും കാര്യമായിട്ട് ഒരു നേട്ടവും കൈവരിക്കാൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂലോട്ട് പോവുകയാണ്. ഏത് രീതിയിലുള്ള തൊഴിലവസരമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കാൻ പോകുന്നത്? നിങ്ങൾക്കറിയാം, അമേരിക്കൻ H-1B വിസ ഏകദേശം 5-5.5 ലക്ഷം പേര് വരാൻ പോകുന്ന 2-3 വർഷം കൊണ്ട് ഇന്ത്യയിലോട്ട് വരികയാണ്. ഗ്രീൻ കാർഡ് വലിയ പ്രശ്നമാണ്, അവരും ഇന്ത്യയിലോട്ട് വരുന്നു. കാനഡ 82% ഇന്ത്യൻ സ്റ്റുഡൻറ് വിസ ബ്ലോക്ക് ചെയ്തേക്കുന്നത്, മരവിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാം, സ്റ്റുഡൻറ് വിസയായിട്ട് അവിടെ പോകുന്നത് ജോലിക്ക് വേണ്ടി തന്നെയാണ്. പിന്നെ അവിടെ ജോലി കിട്ടുന്നു, അവിടെ സെറ്റിലാകുന്നു. ആ സാധനം ഇല്ലാതായി. ഇനി അവൾ കാനഡയെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഓരോ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ 1800-ഉം 1400-ഉം പേരെ വെച്ചാണ് കാനഡ തിരികെ അയക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മെക്സിക്കൻസ് അവരുടെ ബോർഡറിലാണ്. ബാക്കി ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെയാണ് ഇന്ത്യയിലോട്ട് തിരിച്ചയക്കുന്നത്. അവർ അസൈലം ആപ്ലിക്കൻസ് തള്ളിയവർ, വിസ ആപ്ലിക്കേഷൻ കൊടുത്തവർ, എക്സ്റ്റൻഷൻ കൊടുത്തവർ, അവരെ റോഡിൽ നിന്ന് പൊക്കുക, എടുത്ത് ദൂരെ കളയുക. ലോകത്താരോടും അവരത് പറയുന്നില്ല. ചില മീഡിയകളത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, അവർ തട്ടുക. ഓസ്ട്രേലിയ 32% റിജക്ഷൻ, അതായത് സ്റ്റുഡൻസ് വിസ റിജക്ഷൻ. ന്യൂസിലാൻഡ് 28% റിജക്ഷൻ. UK കെയർ ടേക്കർ ഇഷ്ടം പോലെ മലയാളികളോടെ പോയിരുന്നു, അതിലും റിജക്ഷൻ ഉണ്ടായി 30%. മനസ്സിലാക്കുക, ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച്.